ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂ, കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പീൻസ് സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവാനുഭവം. Marine and Robotic Expo, Gateway Ground, near bus stand, പട്ടാമ്പി റോഡ്, കൊളപ്പുള്ളി. കൊപ്പത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തി നശിച്ചു. ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ ആളപായമില്ല. പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു കാറിന് തീപിടിച്ചത്. വലിയ അപകടമാണ് ഒഴിവായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കൊപ്പം വളാഞ്ചേരി റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. കൊപ്പം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് കത്തി നശിച്ചത്. ദിവസങ്ങളായി ഉപയോഗിക്കാതെ കിടന്നിരുന്ന കാർ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നതിനിടെയായിരുന്നു അപകടം. കാർ കൊണ്ടുവരുന്നതിനിടെ പെട്രോൾ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. റോഡരികിലേക്ക് കാർ നിർത്തിയ ഡ്രൈവർ മുളയങ്കാവ് സ്വദേശി മണികണ്ഠൻ വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് പുക വന്നത്. ഇതോടെ ഇയാൾ ഇറങ്ങി ഓടുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കാർ അഗ്നിക്കിരയാവുകയും ചെയ്തു. കൊപ്പം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഉണ്ടാവാതിരുന്നത്. 20 മിനിറ്റോളം കാർ കത്തി. തുടർന്ന് പട്ടാമ്പിയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റാണ് തീ പൂർണ്ണമായും അണച്ചത്. കൊപ്പം പോലീസും സ്ഥലത്തെത്തി. ഈ പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. കാറിൽ നിന്നും പുക ഉയർന്നതോടെ ഇറങ്ങി ഓടുകയായിരുന്നുവെന്ന് ഡ്രൈവർ മണികണ്ഠൻ പറഞ്ഞു. വണ്ടി കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന വഴി ഉണ്ടായിരുന്നു. അപ്പോൾ എണ്ണ കഴിഞ്ഞിരുന്നായിട്ടൊന്ന് മിസ്സിംഗ് ആയ പോലെ തോന്നിയപ്പോൾ വണ്ടിയുടെ സൈഡാക്കിയിട്ട് നമ്മൾ ഇഗ്നിഷൻ ഒന്ന് ഓഫാക്കിയിട്ട് വീണ്ടും അടിച്ചതാണ്. വീണ്ടും അടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടുക ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പോച്ചലും വന്നു. അപ്പോൾ നമ്മൾ ബോണ്ട് തുറക്കാൻ ചെന്നപ്പോഴേക്കത് സ്പ്രെഡായി കത്തി ആയിപ്പോയി. വണ്ടിയുടെ കൊപ്പത്ത് മേൽമുറിയിലാണ്.